ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ നമ്മളുടെ ഓണം കളക്ഷൻസിന്റെ ഞാൻ റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള ഒരുപാട് പീസസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇറക്കിയത് കാശി തുമ്പ ആണ്, നല്ല മൈ വെന്യൂവിന്റെ. അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം അടുത്തത് നമ്മൾ ഇതേപോലെ ഈ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം റീൽസ് ഇട്ടായിരുന്നു. ഇത് നമ്മൾ ഇട്ടേക്കണ ഇതിന് പൊന്നോല എന്നാണ്. ഓണത്തിന്റെ നമ്മൾ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ. പൊന്നോല കളക്ഷൻസ് ആണ് മൈ വെന്യൂവിന്റെ ഇതായിട്ട്. അപ്പം ഇതില് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു പേൾ വൈറ്റ് എന്ന് പറയാം. ക്രീം, ഒരുപാട് ക്രീം അല്ല, പേൾ വൈറ്റിലോട്ട് ഇത് റോസ് ഗോൾഡ് കളറിന്റെ വർക്കാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. റോസ് ഗോൾഡ്, എന്നിട്ട് ക്ലോസ് നെക്ക് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, നമ്മൾ എപ്പോഴും വീനെക്ക്, ബോട്ട് നെക്ക് ഇതൊക്കെ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇത് ക്ലോസ് നെക്ക് ആയിട്ട് കൊടുത്തിട്ട് ഫുള്ളി നല്ല ഭംഗിയുള്ള ചെറിയ റോസ് ഗോൾഡിന്റെ വർക്കാണ് ഫുൾ കൊടുത്തേക്കുന്നത്, ആ ഒരു നെക്ക് ഫുൾ. എന്നിട്ട് നമ്മൾ കുറച്ച് ഇന്നർ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ബാക്ക് കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ടിലോട്ട് ഈ ഒരു ഫാബ്രിക് കണ്ടോ, ഇത് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്നത്. അത് സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ആണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട്. എന്നിട്ട് അതിനകത്തോട്ടും ആ ഒരു ഹാൻഡ് വർക്കിന്റെ ഡീഫാബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ബാക്കി ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മൽച്ചന്തേരിയാണ്. ഒരു നല്ല കുറച്ച് തിക്നെസ് തന്നെയാണ് എന്ന് വെച്ചാൽ മറ്റേ ഒരുപാട് തിന്നായിട്ടുള്ളതല്ല, നല്ല മൽച്ചന്തേരിയുടെ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയും നമ്മൾ പ്ലെയിൻ ജോർജറ്റ് സെറ്റ് ചെയ്യാം. അത് എങ്ങനെ വേണമെങ്കിലും ഞാൻ 3 പീസ് ആയിട്ട് വേറെ ചെയ്തേ ഉള്ളൂ. ടോപ്പ് ഓൺലി ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും കൂടെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതാണ് ഇതിന്റെ ഈ ഒരു വർക്ക് കണ്ടോ നിങ്ങൾ. ക്ലോസ് നെക്കിൽ നല്ല നമ്മൾ എപ്പോഴും ഗോൾഡൻ കളറും പല കളേഴ്സ് മിക്സ് ചെയ്തല്ലേ, ഇതിന്റെ വർക്ക് നോക്കി. അതുപോലെ താഴോട്ട് ഇതേപോലെ ആ ഒരു വർക്ക് തന്നെ നമ്മൾ ഫുൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എൻഡിൽ ഇതേപോലെ. ബാക്ക് സൈഡ് ഇതാണ് ഇതിന്റെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ഡിസൈനായിട്ട് ഒരു ലൂപ്പ്, വലിയൊരു കീ ഹോളും ഒരു ബട്ടണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനത് എന്താ പറയാ, ഇതാണ് നമുക്ക് ഞാൻ ബാക്കിന്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ബാക്കിലോട്ട്, ഒത്തിരി ഡീപ്പല്ല. ഓക്കെ, അപ്പൊ ബാക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. ഞാൻ അപ്പൊ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഓരോ. അപ്പൊ അടുത്തത് നമ്മൾ ഇനി ക്രീം വിട്ടിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള ഗോൾഡൻ കളറിലേക്ക്, ഓണത്തിന് ആ ഒരു സ്വർണ്ണ കളർ ഇല്ലേ, ആ ഗോൾഡൻ കളറിലേക്ക് നമ്മൾ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ യോക്കിൽ കൊടുത്തേക്കുന്ന പ്യുവർ ആയിട്ടുള്ള ടിഷ്യൂലേക്ക് ഗോൾഡൻ സറിയുടെ വീവിങ് വന്നേക്കുന്നതാണ്. കാണുമ്പോൾ നല്ല സിമ്പിൾ ആണ്, പക്ഷെ നല്ല ഹെവിയും ആണ് അത്യാവശ്യം. ഇതാണ് ഞാനിപ്പോ ഈ വേറെ ചെയ്തേക്കുന്ന ടിഷ്യൂ സിൽക്ക്. നമുക്ക് സ്വർണ്ണ കളർ വേണം, ഗോൾഡന്റെ ഒരു കളർ വേണം എന്നല്ലേ, ക്രീം വിട്ടിട്ട് ഇതുപോലെ ആയിരിക്കും ഈ ടിഷ്യൂ സിൽക്കിന്റെ ഫാബ്രിക് വരുന്നത്. എന്നിട്ട് അതിന്റെ യോക്കിൽ കണ്ടോ, ആ ഒരു ഗോൾഡനും സിൽവർ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പ്യുവർ ഫാബ്രിക് ആണ് അതിന്റെ യോക്ക് നമ്മൾ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഒരു ഗോട്ടയുടെ ഒരു ലേസ് കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡ് കണ്ടോ, എൻഡിൽ ആ ഒരു ഗോൾഡൻ കളർ ഗോട്ടയും ലേസും കൊടുത്തിട്ട് ഒരു ബോർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ഇതേപോലെ ആയിരിക്കും. ഞാനിപ്പോ ഈ വെയർ ചെയ്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് അടുത്തത്. ബാക്ക് സൈഡ് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ. ഓക്കെ, കണ്ടോ, ഒരു ബോട്ടിനൊക്കെ വെച്ചിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു യൂനക്ക കൊടുത്തേക്കുന്ന ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഓർഗൻസ, പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഞാൻ പറയാം എല്ലാം പേൾ വൈറ്റ് ആണ്, ഒരുപാട് ക്രീം അല്ല, എന്ന ഡാർക്ക് കളേഴ്സ് ഒന്നും അല്ല. ഇതുപോലെ ഈ ഒരു യോക്ക് കണ്ടോ, ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പീച്ച്, ഒരു പീച്ചും ഗോൾഡനും കൂടി ഷേപ്പ് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വരുന്നത് കണ്ടോ. ഈ ഫാബ്രിക് തന്നെ ഭയങ്കര സ്മൂത്ത് ആട്ടോ. ഇതുപോലെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. നിങ്ങൾ ആ ഒരു ഇത് കണ്ടോ, യോക്ക് നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്കി. ഓർഗൻസയിലോട്ട് ഇതുപോലെ നല്ല പീച്ച് കളറും ഗോൾഡൻ കളറും കൂടെ മിക്സ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത പാറ്റേൺ സെയിം നേരത്തെ കാണിച്ചതിന്റെ തന്നെ ഈ ഒരു സ്ക്വയർ യോക്കിലോക്കിട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ഗോൾഡനും ആ ഒരു ക്രീമും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് എക്സാക്ട് നമ്മളൊരു ഗോൾഡൻ ആ ഒരു ക്രീം നമ്മൾ ഓണത്തിന്റെ ശരിക്കും ആ തീമിലേക്ക് കൊടുത്തേക്കുന്നതാണ്. ഇതാണ് ആ വരുന്നത് കേട്ടോ. എന്ത് ഭംഗിയാ നോക്കി. ഇത് കുറച്ചും കൂടെ ഒരു ക്രീം ലുക്ക് വരും. നമ്മൾ ജോർജറ്റിലും ചെയ്തിട്ടുണ്ട്, ഇത് പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ യോക്ക് വരുന്നത് കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെയാണ് ഞാനിപ്പം വേറെ ചെയ്തേക്കണതും. ഇതേപോലെ ഈ ഒരു ലുക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ടോപ്പ് ഓൺലി ആണോ, നിങ്ങൾക്ക് ടോപ്പ് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് അപ്പൊ നമ്മള് കുറേ എയർലൈൻസ് എല്ലാം കാണിച്ചു. ഇനി നമ്മളൊരു സ്ലിറ്റ് ഉള്ള ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇതേപോലെ തന്നെ ഒരു സ്റ്റൈലായിട്ട് കോട്ട് സെറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ, ഇത് പ്യുവർ എന്താ പറയാ സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. ഇതിനകത്ത് ബനാറസിയുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ബൂട്ടാസ് വന്നേക്കുന്നതാണ്. അത് നമ്മള് ഇങ്ങനെ ഒരു എന്താ പറയാ ഇച്ചിരി ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്ക് വെച്ച് അതിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോത്ത് ബട്ടൺ ഗോൾഡൻ കളറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബൂട്ടാസിന്റെ കളർ തന്നെ. എന്നിട്ട് സെന്ററിൽ നമ്മൾ ഇതേപോലെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, സൈഡ് സ്ലിറ്റും ഉണ്ട് കണ്ടോ. എൻഡിലോട്ട് നമ്മൾ ഒരു ഗോട്ടയുടെ ഒരു ലേസും വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് കണ്ടോ.
നല്ലൊരു സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ ഇത്. ബനാറസിയുടെ സിൽക്കി ഫാബ്രിക് ആണ്. ഇതിന്റെ യോക്കിലോട്ട് ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് എൻഡിലോട്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഓപ്പൺ, നമ്മൾ സ്ലിറ്റ് ഇത്രയും ഓപ്പൺ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത്രയും ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ, ബാക്ക് സൈഡും സെയിം ഫാബ്രിക് ആണ് കേട്ടോ, ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ക്ലോസ് ചെയ്തിട്ടാവുള്ള. എന്നിട്ട് നമ്മൾ ഒരു പലാസോ ബോട്ടം കൂടെ ഇതിന് പെയർ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കണേ ഈ ഒരു പലാസോ നല്ല ലൂസുള്ള ബോട്ടം ആണ് നമ്മൾ ഇതിന് പെയർ ചെയ്ത്. നമ്മൾ സ്ലിറ്റിലോട്ട് ചെയ്തേക്കുന്ന കേട്ടോ ഈ ഹക്കോബ ഡിസൈനിൽ വന്നേക്കുന്നത്. ഇതിന്റെ കണ്ടോ ഇതിന്റെ പ്രത്യേകത, നമ്മൾ എൻഡിലോട്ട് വരെയും ഇതിന്റെ ആ സ്കാൽപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഇതുപോലെ സ്കാൽപ്പ് കണ്ടോ. എന്നിട്ട് സ്ലീവ് നമ്മൾ ലൈനിങ് ഇല്ലാണ്ടാണ് കൊടുത്തേക്കുന്നത്. ബോഡിയിൽ നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു നെക്ക് കൊടുത്ത്, ക്ലോസ് നെക്ക് കൊടുത്ത്, ക്ലോത്ത് ബട്ടൺ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചാലും ഇതുപോലെയാണ് അതിന്റെ ഇത് വരുന്നത് കണ്ടോ. ഹക്കോബയുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് ഇതുപോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിനും സെന്ററിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സ്ലിറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല ഇതുപോലെ ഒരു ലൂസ് ആയിട്ടുള്ള പലാസോ ബോട്ടം വെയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യണമെങ്കിലും ഇതിന്റെ എൻഡിലോട്ടും ഈ ഒരു സ്കാൽപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എൻഡിലോട്ട് ഇതേപോലെ സ്കാൽപ്പ് കൊടുത്തിട്ട് അതിൽ മിഡിലിൽ ഒരു പീസൊക്കെ നമ്മൾ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു കോട്ടൺ ഒരു നല്ലൊരു ബൂട്ടാസ് ത്രെഡ് വരുന്ന ഒരു ഡിസൈൻ ഫാബ്രിക് ആണ് ഇതിന്റെ ബാക്കിലേക്കും കൊടുത്തേക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കിലും ഈ ഒരു ഡിസൈനിന്റെ പാച്ചൊക്കെ നമ്മൾ കൊടുക്കണം. ഞാനിതാ ഈ ഒരു മാനിക്യൂവിനെ വെച്ചേക്കണ കണ്ടോ. ഇത് പ്യുവർ മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ടാണ് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു ക്ലോസ് നെക്ക് വെച്ചിട്ട് ആ നെക്കിലോട്ടും നമ്മൾ ഇതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതിന്റെ നെക്കിലോട്ട് ഇതുപോലെ ഒരു സിൽവർ കളർ ബീഡ്സ് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഫുള്ളി സീക്വൻസ് ആണ് കേട്ടോ. എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് യോക്ക് കൊടുത്ത് ഇത് കണ്ടോ ഈ ഒരു ബൂട്ടാസ് ശരിക്കും ആ എംബ്രോയിഡറി വെച്ചിട്ട് അതിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു സ്ലീവ് കണ്ടോ ഫുള്ളി നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഈ ഒരു സ്ലീവ്, എന്നിട്ട് ബോക്സ് പ്ലീറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ഷേപ്പാണ്. ഇപ്പോൾ കണ്ടോ ഞാനും വേറെ ഇത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ വരുന്ന ഷേപ്പാണ്. സ്ലീവ് ഇതേപോലെ വരും, ബോക്സ് പ്ലീറ്റ് കൊടുക്കും. നല്ല എന്താ പറയുക ഡയബിൾ ആയിട്ടുള്ള നെറ്റ് കോട്ട ഫാബ്രിക് ആണ് കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക്. അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രെഡ് കൊണ്ട് ഫുള്ളി വർക്ക് വരുന്ന ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പിലോട്ട്. എന്നിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഗ്യാദേഴ്സ്, ചെറിയ പ്ലീറ്റ്സ് അത്രയും മൈന്യൂട്ട് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. താഴെ ഈ ഒരു ലുക്ക് ആയിരിക്കും. ഞാൻ അതിനൊരു ലോങ് ആയിട്ടുള്ള പലാസോ ആണ് കേട്ടോ പെയർ ചെയ്തേക്കണേ. ഇതുപോലെയാണ് അതിന്റെ യോക്ക് വരുന്നത് കണ്ടോ. ചെറിയ ഒരു ഷൈനിങ് വരുന്ന ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ിന്റെ ഒരു യോക്ക് വെച്ചിട്ട് ശരിക്കും ഒരു ഒത്തിരി ഹെവി അല്ല, ഇത് നല്ലൊരു ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു യോക്ക് പോലെ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ ഗോൾഡൻ കളറോട്ട് ചെറിയൊരു ത്രെഡ്, ഒരു മൾട്ടി കളർ ത്രെഡ് വന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ഫാബ്രിക് കുറച്ചൊരു ക്രീം അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡിലോട്ടാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ ഈ ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് ഈ ഒരു പാറ്റേൺ ഇതിന്റെ യോക്കിൽ കണ്ടോ നമുക്ക് ശരിക്കും ആ ഒരു ഓണം തീമിലേക്ക് തന്നെ വരും ഇതുപോലെ. ഓക്കെ, ഇതുപോലെ ഇതിന്റെ സ്ലീവും നമ്മൾ യോക്ക് യൂസ് ചെയ്തിരിക്കുന്നത് പ്യുവർ ഫാബ്രിക് ആണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി എല്ലാം വന്നിട്ട് ചെറിയൊരു യോക്കിലോട്ട് ഇതുപോലെ ഈ ഒരു നെക്ക് കൊടുത്ത് വി നെക്ക് കൊടുത്തിട്ട് ജോർജറ്റിലാണ്. ഇതാണ് അതിന്റെ മുഴുവൻ ഭംഗിയും വരുന്നത്. ഇതുപോലെ ചെറിയ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് നമ്മൾ റെഡ് കളർ പൈപ്പിംഗ് വെച്ച് ഒരു ബ്രോക്കേഡിന്റെ യോക്ക കൊടുത്തേക്കുന്നത്. അതിന്റെ എൻഡിലോട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ആ ഒരു ഇത് തന്നെ ബോർഡർ ആയിട്ട് ചുറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയൊരു അപ്പൊ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒരു കഫ്താന്റെ ലുക്കിൽ നല്ല ലൂസ് ഫിറ്റിലോട്ട് ഇതുപോലെ നമ്മൾ ഈ ഗോൾഡൻ കളർ സ്ട്രൈപ്സ് വരുന്ന ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് സ്ലീവ് ആയിട്ട് സൈഡിലോട്ട് ഇതേപോലെ സ്ലിറ്റ് എല്ലാം വന്നിട്ട് ഈ ഒരു പാറ്റേൺ. ഓക്കെ.